ഇന്നിപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറും കഴക്കൂട്ടം MLA-യുമായിട്ടുള്ള ശ്രീ വി മുരളീധരൻ അവர்களാണ്. ഒപ്പം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷും ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയുടെ ചരിത്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ 3 അംഗങ്ങൾ നിയമസഭാ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളോട് നന്ദി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രാജ്യമെമ്പാടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസിത ഭാരതം നടപ്പിലാക്കാൻ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ അതിനു വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങളുടെ ഭാഗമായി കേരളത്തെയും ആ പാതയിലേക്ക് നയിക്കാൻ കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള അവസരത്തിന് നന്ദി രേഖപ്പെടുത്താൻ കൂടി ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. മാധ്യമപ്രവർത്തകരോട് എനിക്ക് പ്രത്യേകമായിട്ട് പാർട്ടിയുടെ 3 MLA-മാർക്ക് വേണ്ടി, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് വേണ്ടി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഞങ്ങൾ ഒരു വേറിട്ട ശബ്ദമായി വികസനത്തിന് വേണ്ടിയിട്ടുള്ള ശബ്ദം, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് സർക്കാരുമായിട്ടാണെങ്കിലും പ്രതിപക്ഷവുമായിട്ടാണെങ്കിലും ഒക്കെ യോജിച്ച് നീങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ സമീപനം. അതേസമയത്ത് നാടിൻ്റെയും ജനങ്ങളുടെയും താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള സമീപനമുണ്ടാകുമ്പോൾ ആ വിയോജിപ്പ് ശക്തമായിട്ട് തന്നെ സഭയ്ക്കകത്തും പുറത്തും പ്രകടിപ്പിക്കാനും ഞങ്ങൾ മടിക്കില്ല. ഈ ശ്രമങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ പിന്തുണ തുടർന്നുമുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. പുതിയ സർക്കാർ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ തിരുത്തും എന്നുകൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സഹകരിക്കേണ്ടതിടത്ത് സഹകരിക്കുകയും വിയോജിക്കേണ്ടിടത്ത് വിയോജിക്കുകയും, അത് വിട്ടുവീഴ്ചയില്ലാത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ നയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി സൂചിപ്പിച്ചതുപോലെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, ഇതായിരിക്കും ഭാരതീയ ജനതാ പാർട്ടി സഭയ്ക്കകത്തും പുറത്തും എടുക്കുന്ന സമീപനം. എല്ലാ വിഭാഗം ജനങ്ങളെയും തുല്യരായിട്ട് കണക്കാക്കണം. ആരെങ്കിലും കൂടുതൽ തുല്യരായിട്ട് മാറുന്ന സാഹചര്യം, ആ സാഹചര്യം കേരളത്തിൽ ഉണ്ടാകരുത്. ഇപ്പോൾ തന്നെ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ ഈ 2-3 ദിവസമായിട്ടുള്ളൂ, പക്ഷേ ഈ 3 ദിവസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണ്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഏതാണ്ട് 3 ദിവസമെടുത്തു വകുപ്പ് വിഭജനം പൂർത്തിയാക്കാൻ. കേരളത്തിലെ മുൻകാലങ്ങളിലെ സർക്കാരുകളോ, നരേന്ദ്രമോദി സർക്കാരിൽ മന്ത്രിയായിരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. വൈകുന്നേരം സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കിയതായിരുന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ ശൈലി. ഇവിടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് വകുപ്പ് വിഭജനം പൂർത്തിയാക്കിയത്. നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പിടിവാശി, അവരുടെ കടുത്ത നിലപാടുകൾ, ആ നിലപാടുകൾ കാരണമാണ് ഈ തരത്തിൽ വകുപ്പ് വിഭജനം വൈകിയത് എന്നുള്ളത് എനിക്ക് നേരിട്ടുള്ള അറിവല്ല, നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇതേ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ
അത് അത്ര നല്ലതായിരിക്കില്ല എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. കോൺഗ്രസ്സിന് തന്നെ ധാരാളം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു. കോൺഗ്രസ് കാലാകാലങ്ങളായിട്ട് കൈവശം വെച്ചിരുന്ന പല വകുപ്പുകളും വിട്ടുകൊടുക്കേണ്ടി വന്നു. അന്നത്തെ ഈ സ്വർണ്ണക്കൊള്ളയുടെ കാലത്ത് ആ സംഭവത്തിൽ അന്നത്തെ സർക്കാരിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ബന്ധം, ആ ബന്ധവും കൂടി അന്വേഷണത്തിൽ വരണം. സിൽവർ ലൈൻ ഇന്നലെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു, സ്വാഗതം ചെയ്തു. ഞങ്ങളും ആ കാലത്ത് അതിനെതിരായിട്ട് ശക്തമായിട്ട് സമരത്തിലുണ്ടായിരുന്ന ആളുകളാണ്. ആ സമരത്തിന്റെ പേരിലുള്ള നിരവധി ആളുകൾക്കെതിരായിട്ടുള്ള കേസുകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. സിൽവർ ലൈൻ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, അന്ന് സമരം ചെയ്ത ആളുകൾക്കെതിരായിട്ടുള്ള കേസുകൾ, ആ കേസുകൾ പിൻവലിക്കൽ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്, അത് അടിയന്തരമായിട്ട് നടപടികളിലേക്ക് കടക്കണം. മറ്റൊരു കാര്യം ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അത് സംബന്ധിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന, ആ പ്രസ്താവന അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. മതനിരപേക്ഷതക്കെതിരാണ് വന്ദേ മാതരത്തിലെ വരികൾ എന്ന് പറയാൻ CPM-ന് മാത്രമേ കഴിയുള്ളൂ. ദേശീയ ഗീതത്തെ അപലപിക്കുന്നവർ അത് രാജ്യവിരുദ്ധതയാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് ജനം തീരുമാനിക്കും. എനിക്ക് CPM നേതൃത്വത്തോട് ആവശ്യപ്പെടാനുള്ളത്, വന്ദേ മാതരത്തിലെ ഏത് വരികളാണ് മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളി എന്ന് ആ വരികൾ കൂടി ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാകണം എന്നുള്ളതാണ്. പണ്ട് വന്ദേ മാതരം വിലക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഇപ്പോ അങ്ങനെയുള്ളൊരു വിലക്കുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഇപ്പൊ CPM ആണ്. നമുക്കെല്ലാവർക്കും അറിയാം CPM-ന്റെ നിലവിലുള്ള സ്ഥിതി എന്താണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രാജ്യത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നത് ആയത് ഈ തരത്തിലുള്ള നിലപാടുകൾ കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്നത് അവർക്ക് തന്നെ നല്ലതാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ.